ആരോഗ്യമന്ത്രി എന്തോ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. റിപ്പോർട്ടിൽ വരാൻ പോകുന്ന നമുക്ക് നേരത്തെ പറയാം ജാസ്മിൻ. ഒന്നും സംഭവിച്ചിട്ടില്ല, എന്തോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായിരുന്നു, നമുക്ക് മനസ്സിലാവാത്ത എന്തോ ത്രോംബലൈറ്റൈസിസ് എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ സാങ്കേതിക പദാവലി അതിലുണ്ടാകും. ആരുടെ കുറ്റമില്ല. കുറ്റം എന്താണ്? രാക്കാലത്ത് 1 മണിക്ക് അങ്ങോട്ടേക്ക് ഈ സംവിധാനം വിശ്വസിച്ച് കൊണ്ടുപോയ ജാസ്മിൻ്റെ കുറ്റമാവും ലാസ്റ്റ്. നോക്കിയോ? ഞങ്ങളെപ്പോലെ എത്രയോ പാവപ്പെട്ടവരിവിടെയുണ്ട്. ഞങ്ങൾക്കെല്ലാം ആദ്യം ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ഇതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റൽ അടുത്തില്ല. അപ്പോൾ ഇത്രയും പേരുടെ ജീവൻ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. ഇത്രയും പേരുടെ ജീവൻ ഒരു പുല്ല് വിലയില്ലേ? ജാസ്മിനാണ് പറയുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി ഒരാൾക്ക് ആവി കൊടുക്കാൻ നഷ്ടപ്പെടരുത്. പറയുന്നത് അതിനുവേണ്ടി ജാസ്മിനാണ്. മാത്രമാണ് അത് സാധാരണഗതിയിൽ നീരാവിയല്ല. അതെന്തോ ഞാൻ മനസ്സിലാക്കുന്ന ആ സമയത്ത് മരുന്നൊക്കെ ഇട്ട് ചെയ്യേണ്ട ആവിയാണ്. ഒരു മരുന്നുമില്ല, വെറുതെ എടുത്ത് വെക്കുന്നു. ജാസ്മിൻ തന്നെ പറയുന്നു CPR കൊടുക്കാൻ, അത് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണെന്ന് ഡോക്ടർമാരും സിസ്റ്ററൊക്കെ അവിടെ ഇരിക്കുന്നത്? അവിടെ ഓക്സിജൻ കൊടുക്കാനും പറഞ്ഞു. ജാസ്മിൻ, നമ്മൾ ഈ CCTV ദൃശ്യങ്ങൾ കാണിക്കുന്നത് വേദനയാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ശ്വാസം മുട്ട്. അങ്ങനെ വലിയ ശ്വാസം മുട്ടിൽ ഒരു മനുഷ്യൻ അസ്വസ്ഥപ്പെടുന്ന ദൃശ്യങ്ങൾ കാണുന്ന മനുഷ്യർക്ക് മൊത്തം അസ്വസ്ഥതയാണ്, കാണുന്നതൊക്കെ സങ്കടമാണ്. ഈ ഡോക്ടറും സിസ്റ്ററും ഈ എന്താണ് ബിസ്മീർ വലിക്കുന്ന ഈ വലി കണ്ടില്ലേ? അവരതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ഈ രാത്രി കൊണ്ടുവന്നതിൻ്റെ ഒരു ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. അവരുടെ ഉറക്കം കളഞ്ഞല്ലോ, ആ ഒരു ദേഷ്യമാണ് ആ സിസ്റ്റർ എന്നോട് കാണിച്ചത്. ഡോക്ടർ ഒന്നും മിണ്ടുന്നില്ല, ഡോക്ടർ വെറുതെ നിൽക്കുകയാണ്. അതിന് എന്താണ് അതിൻ്റെ ലോജിക്കെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയും. അല്ലെങ്കിൽ അവിടെ പുറത്ത് എഴുതി വെക്കണം, രാത്രി കാലങ്ങളിൽ ഇവിടെ കൊണ്ടുവരരുത്. അതെ, ഞങ്ങൾക്ക് ഉറങ്ങണം, അതുകൊണ്ട് വരരുത്, ഇവിടെ ഗ്രില്ല് 5-6 ഗ്രില്ലുണ്ട്, അടച്ചിട്ടേക്കുക, ശല്യപ്പെടുത്തരുത് എന്ന് എഴുതി വെക്കണം അവിടെ പുറത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.